നമസ്കാരം. ഇതെൻ്റെ ഒരു ജോലിയാണ്, പാർട്ട് ടൈം ജോലിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ജോലിയെക്കുറിച്ച് കാണിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എനിക്ക് 2023 എൻ്റെ ജോലി പോയായിരുന്നു. അതായത് കോൺട്രാക്ട് കഴിഞ്ഞ് പിന്നെ റിന്യൂ ചെയ്തില്ല, വേറെ ജോലി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. ഒരു 3-3.5 മാസമൊക്കെ ജോലി ഇല്ലെന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പല പല സർവൈവൽ ജോബ്സൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അന്ന് ഞാൻ ടെസ്ലയിൽ ഈ പച്ചക്കറി ഡെലിവറിയും കാര്യങ്ങളും ഊബറും പരിപാടിയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ പലയിടത്തിനും അപ്ലൈ ചെയ്ത സമയത്ത് കൂട്ടത്തിൽ അപ്ലൈ ചെയ്തൊരു ജോലിയാണിത്. ഇത് ആക്ച്വലി ഒരു ലാബാണ്. ആക്ച്വലി ഞാൻ ഈ കമ്പനിയുടെ പേര് പറയാത്തത്, ഞാൻ നമ്മുടെ മാനേജറോട് ചോദിച്ചായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വീഡിയോ ചെയ്തോ കുഴപ്പമില്ല, പക്ഷേ കമ്പനിയുടെ പേര് വീഡിയോയിൽ കാണിക്കുകയോ പറയുകയോ ചെയ്തെന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല എന്താണ്, മേ ബി സം കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത് അന്ന് ആ ജോലി പോയ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തതാണ്. അന്ന് ചെറിയ ഇൻ്റർവ്യൂ വഴി കിട്ടി. കൊറിയർ സംഭവമാണ്, ഡെലിവറി ജോലിയാണ്. ഡെലിവറി പറഞ്ഞാൽ ഇതൊരു ലാബാണ്. അപ്പോൾ ഈ ലാബിൽ നമ്മുടെ ഈ ഹ്യൂമൻ സാമ്പിൾസൊക്കെ, ബ്ലഡ് സാമ്പിൾ, യൂറിൻ സാമ്പിളും ഒക്കെ വേറെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കുകളിൽ പോയി പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ മെയിൻ ലാബിൽ കൊണ്ട് ഡെലിവറി ചെയ്യുക. അതാണ് പരിപാടി. പോയി ക്ലിനിക്കിൽ പോയി പിക്ക് ചെയ്യുക, ഇവിടെ ഡെലിവറി ചെയ്യുക, അതേ ഉള്ള പരിപാടി. അപ്പോൾ ഇത് അവരുടെ വണ്ടിയാണ്, ഞാൻ വണ്ടിയിലാണ് ഇരിക്കുന്നത്, വാനാണ്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ ഓൺ കോളാണ്. അവർ വിളിക്കും, എനിക്ക് ഓൺ കോളാണ്. ഞാനും മിക്ക ശനിയാഴ്ചകളുമാണ് പോകുന്നത്. ഇപ്പം ഞാൻ മാസത്തിൽ ഒരു 3 ശനിയാഴ്ചയെങ്കിലും പോകാൻ നോക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഒരു 4 ശനിയാഴ്ച, അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർ വിളിക്കും എന്നെ. ശനി ഞായറും ചിലപ്പോൾ ജോലി ഉണ്ടെങ്കിൽ വിളിക്കും. ബട്ട് ഞാൻ മാക്സിമം ശനിയാഴ്ച മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ശനി ഞായറോട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാൻ സമയം കിട്ടില്ല, നമ്മുടെ ശരിക്കുള്ള ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ഈ ജോലിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് അവരുടെ കണ്ടെയ്നറൊക്കെ, കൂളറൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കൂളറൊക്കെ കാണിക്കാം, ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ടുണ്ട്. ആ റൂട്ടിൽ നമ്മൾ പോയി ഒരു 10-20 ക്ലിനിക്ക് കാണാം. ആ ക്ലിനിക്കുകളിലൊക്കെ പോയിട്ട് സാമ്പിൾ പിക്ക് ചെയ്യുക, കൊണ്ടിവിടെ ലാബിൽ എത്തിക്കുക. അതാണ് ജോലി. അപ്പോൾ ഞാൻ പോട്ടെ, തുടങ്ങട്ടെ ഇന്നത്തെ ജോലി. അടുത്ത ക്ലിനിക്കിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്തു. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കൂളർ എന്ന് പറയുന്നത് ഇതാണ് മെയിൻ സാധനം. ഇതിനകത്താണ് നമ്മൾ നോർമൽ സാമ്പിൾസൊക്കെ കളക്ട് ചെയ്യുന്നത്, ബ്ലഡും യൂറിനും ഒക്കെ. പിന്നെ ഈ മഞ്ഞ, ഈ ഫ്രോസൺ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മഞ്ഞ ഈ ബോക്സ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഈ എൻഡോസ്കോപ്പി ക്ലിനിക്കിൽ എൻഡോസ്കോപ്പിയുടെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത പിക്കപ്പ് ഇവിടെ ഈ ക്ലിനിക്കിലായിരുന്നു. ഇവിടെ പിക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. ചില ക്ലിനിക്കുകളൊന്നും പിക്കപ്പൊന്നും കാണത്തില്ല ചില ദിവസങ്ങളിലൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ പോയി നോക്കണം. നോക്കിയിട്ട് പിക്കപ്പ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ആപ്പുണ്ട്, മൊബൈലിൽ ഒരു ആപ്പുണ്ട്, അതിനകത്ത് മാർക്ക് ചെയ്യണം പിക്കപ്പ് ഇല്ല എങ്കിൽ. പിക്കപ്പ് ഉള്ളതും ആ ബാർകോഡ് സ്കാൻ ചെയ്ത് പിക്കപ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇനി ഇവിടുന്ന് അടുത്ത ക്ലിനിക്കിലോട്ട് പോകും. ഇതാണ് സാമ്പിൾസ്. അപ്പോൾ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8-9 മണിക്കൂറൊക്കെ വരും. ചിലപ്പോൾ 8-8:30, ചിലപ്പോൾ 7 മണിക്കൂറൊക്കെ കാണത്തുള്ളൂ. ഡിപ്പെൻസ് ഓൺ ദ റൂട്ടിൻ്റെ ഡിസ്റ്റൻസും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ മിക്കവാറും എൻ്റെ ഒരു 6-7 ആകുമ്പോഴത്തേക്ക് തീരാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടുന്ന റൂട്ട് ഓരോ ആഴ്ചയും ചിലപ്പോൾ ഓരോന്നായിരിക്കും. എനിക്ക് സ്ഥിരം റൂട്ടല്ല. അതുകൊണ്ട് ചില സമയത്തൊക്കെ ഈ ക്ലിനിക്കുകളൊക്കെ കണ്ടുപിടിക്കാനും ഈ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ക്ലിനിക്ക് കണ്ടുപിടിക്കാനും അവിടെ ഈ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. സ്ഥിരമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കളക്ട് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടെ സ്ഥിരം ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ പാർട്ട് ടൈം ആയതുകൊണ്ടാണ്. സ്ഥിരം ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരം റൂട്ടാണ്, അതാണ് എളുപ്പം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ആവുന്നില്ല. നമ്മുടെ അടുത്ത പിക്കപ്പ് ഈ ഒരു മോളിനുള്ളിലാണ്. അതൊരു എൻഡോസ്കോപ്പി സെൻ്ററാണ്. അപ്പോൾ ഒരു 6 എണ്ണം കഴിഞ്ഞു. ഇനിയും എന്തായാലും സമയം 2:30 കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോകാം, അടുത്ത ക്ലിനിക്കിലോട്ട് പോകാം. അപ്പം ഞാൻ എൻ്റെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. ഇതാണ് എൻ്റെ ഫുഡ്. വ്യത്യസ്തമായ ഫുഡാണ്. പൈനാപ്പിള്, ബസ്മതി റൈസ്, പിന്നെ ഇത് ബീഫാണ്. ഡയറ്റ് ഫുഡാണ്. ഒരു പേഴ്സണൽ ട്രെയിനറുണ്ട്, പുള്ളിയുടെ ഡയറ്റിലാണ് സംഭവം.
അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത ക്ലിനിക്കിലോട്ട് പോകാം. അടുത്ത പിക്കപ്പ് എന്ന് പറയുന്നത് ഇവിടെ ടൊറൻറ്റോയിലെ തന്നെ ഫേമസ് ഒരു ഹോസ്പിറ്റലാണ്, ഹംബർ റിവർ ഹോസ്പിറ്റലാണ് പിക്കപ്പ്. ഇത് ആക്ച്വലി ഇതിൻ്റെ ആക്സസ് ആണ് പ്രശ്നം. ഇതിലും അവരുടെ ലാബിൽ പോകണമെങ്കിൽ 3rd ഫ്ലോർ എന്തോ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർ ഓരോ നമ്മൾ ഓരോരുത്തരത്തും കിടക്കുമ്പോൾ സെപ്പറേറ്റ് ആക്സസ് വേണം. ഞാൻ ഈ സെക്യൂരിറ്റിയെ തപ്പണം, സെക്യൂരിറ്റിയും കൂടെ മുകളിൽ കൊണ്ടുപോയി ആക്സസ് ഒക്കെ എടുത്തിട്ട് സാമ്പിൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഇച്ചിരി ചടങ്ങ്. ഇവിടെ കൂടുതൽ സമയം പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഏകദേശം കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ലാസ്റ്റ് ഒരു ക്ലിനിക്ക്. അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. അത് കഴിഞ്ഞ് തിരിച്ച് ലാബിൽ പോകണം. നമ്മുടെ ഇതെല്ലാം അവിടെ ഡെലിവറി ചെയ്യണം, തിരിച്ച് വീട്ടിൽ പോകണം. അതാണ് പരിപാടി. അപ്പോൾ ഞാൻ തിരിച്ചെത്തി. അവിടെ നമ്മുടെ ലാബിലെ സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്തു. ഇനി വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം എൻ്റെ വണ്ടി കയറി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ആക്ച്വലി എനിക്ക് ഈ വീഡിയോ കുറച്ചുകൂടെ നല്ലപോലെ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ മാനേജറുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു കമ്പനിയുടെ പേര് ഒന്ന് പറയുകയോ കാണിക്കുകയോ ചെയ്യില്ലെന്ന്. എൻ്റെ ടീഷർട്ടിൽ കമ്പനിയുടെ പേരുണ്ട്, വണ്ടിയുടെ 3 സൈഡിലും ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് വീഡിയോ ഒക്കെ എടുത്തതൊക്കെ. അല്ലെങ്കിൽ ഞാൻ കുറേ സ്ഥലത്ത് ബ്ലർഡ് ആക്കേണ്ടിയൊക്കെ വരും. നല്ല പണിയാണല്ലോ. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും എനിക്കിപ്പോൾ IT ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും ഈ ജോലി ചെയ്യുന്നത് വിട്ടുകൂടെയെന്ന്. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പിന്നെ വീണ്ടും തണുത്തോളം കാണുമ്പോൾ ഭയങ്കര പേടിയാന്ന് പറയുന്ന പോലെ ഒരിക്കൽ ഇതുപോലെ ജോലിയൊന്നും കിട്ടാതെ കുറച്ച് വിഷമിച്ചപ്പോഴാണ് എനിക്ക് ഈ ജോലി അന്ന് ആ സമയത്ത് അപ്ലൈ ചെയ്ത് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 1.5 വർഷമാവുന്നു ഇപ്പോൾ ഇവിടെ കയറിയിട്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോ ചെയ്യണം ഒത്തിരി നാളോട് വിചാരിച്ചു, പിന്നെ ഇപ്പോഴാണ് ഒരു സമയം ശരിയായി വന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ IT ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ ഇതൊരു ബാക്കപ്പായിട്ടിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വീക്കെൻഡ് മാത്രമേ, എസ്പെഷ്യലി ശനിയാഴ്ച മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും 5 ദിവസവും അല്ലെങ്കിൽ 6 ദിവസവും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കാര്യം. ഇവിടെ കാനഡയിലെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും ലേ ഓഫ് ആവും. പിന്നെ ഈ ജോലിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് യൂണിയനൈസ്ഡ് ആണ്, യൂണിയൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലേ ഓഫ് ഒന്നും ചെയ്ത് വിടത്തില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഇത് ഇവിടെ ഏതാണ് ഈ കമ്പനിയിൽ നിന്നും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഇച്ചിരി ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്. അപ്പോൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇപ്പോൾ ഇവിടെ ഓപ്പണിങ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് വീഡിയോട്ട് പോവാണ്. ഓക്കെ, ബൈ.